ഹായ് ഹലോ നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഫഹീം പുതുവൽ. ഞാൻ ഇന്ന് മുമ്പിലേക്ക് വന്ന വീഡിയോ വേറൊന്നുമല്ല. ഞാൻ ഇന്ന് യാത്രയാണ് പോകുന്നത്. ഇങ്ങോട്ടിറങ്ങി ലക്ഷദ്വീപിലേക്ക്. ഇന്നത്തെ വിഷയങ്ങളിലേക്ക് നമ്മളെ ഇന്നത്തെ യാത്ര ലക്ഷദ്വീപിലേക്കാണ്. നാം ഇപ്പോൾ കൊച്ചിയിലാണുള്ളത്. അവിടെ നിന്ന് പോകാനുള്ള തിരക്കിലാണ്. പക്ഷേ നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകളൊക്കെ അവിടെ റെസ്റ്റ് എടുക്കുക ചെയ്തു. ഞാനും റെസ്റ്റ് എടുത്തു. കാരണം 10 മണിക്ക് ശേഷമേ ആളെത്തൂ എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളവിടെ വെയിറ്റ് ചെയ്തു. 10 മണിയായപ്പോൾ തന്നെ ഒരുപാട് ആളുകളും അവിടെ വരാൻ തുടങ്ങും. ഞങ്ങളെ കൂട്ടത്തിലെ ടീമുകൾ വെയിറ്റ് ചെയ്തിരുന്നു കുറച്ച് നേരം. പിന്നെ ഞാനും അടുത്തപ്പം ക്യാമറ കൊണ്ട് എൻ്റെ പരിപാടി തുടങ്ങി. സ്ഥിരം കറക്കം. അങ്ങനെ കുറച്ച് നേരം ചിലവഴിക്കാമെന്ന് വെച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് ഒന്ന് സമയം തീർക്കാം. 10 മണിയാവണ്ടേ. അങ്ങനെ പോലീസുകാരൊക്കെ വന്നപ്പോൾ ഏകദേശം 10 മണിയായി. 10:15 ചെക്കപ്പൊക്കെ കഴിഞ്ഞ് നമുക്ക് ഉള്ളിലേക്ക് പോകാനുള്ള തിരക്കിലാണ്. ചെക്കപ്പൊക്കെ കഴിഞ്ഞ് ബോട്ടിലേക്ക് കയറാനുള്ള സെറ്റിലേക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. നമ്മുടെ ലഗേജ് മുന്നിൽ കാണുന്ന വാഹനത്തിൽ കയറ്റി വിടുകയാണ് ചെയ്യുന്നത്. നമ്മൾ ബാക്കിലുള്ള ബസ്സിൽ നമ്മളെല്ലാവരും കയറുക. അതിനുശേഷം 4 കിലോമീറ്ററോളം ദൂരെയുണ്ട് കപ്പലിൻ്റെ അടുത്തേക്ക് പോകാനുള്ളത്. നമ്മുടെ വാഹനം മുന്നോട്ട് പോവില്ല. അതിന് പകരം അവിടുത്തെ ബസ്സാണ് നമുക്ക് തന്നിട്ടുള്ളത്. അതിൽ കയറി അവർ മുന്നോട്ട് നീങ്ങാൻ തുടങ്ങി. ഇതിൻ്റെ ഉള്ളിലേക്ക് കിടക്കണമെന്നുണ്ടെങ്കിൽ ബസ്സിന് ഒരു പാസ് എടുക്കുന്നുണ്ട്. ആ പാസ്സിലൂടെയാണ് നാം പോവുക. പാസ് എടുത്തതിന് ശേഷം ബസ് ഡ്രൈവർ അവിടെ കാണിക്കുന്നു 4 കിലോമീറ്ററാണ് നമുക്ക് പോകാനുള്ളത്. അപ്പോൾ നമ്മളിതാ നമ്മുടെ പോകാനുള്ള ഷിപ്പിൻ്റെ മുമ്പിലെത്തിയിട്ടുണ്ട്. ഷിപ്പ് എന്ന് പറഞ്ഞ് ഞാൻ വിചാരിച്ചു, ഞാൻ പല സിനിമകളാണ് ശരിക്കും കണ്ടിട്ടുള്ളത്. ലൈഫിൽ കണ്ടപ്പോൾ ഒത്തിരി സന്തോഷമായി. അപ്പോൾ നമ്മൾ അങ്ങനെ ഷിപ്പിൻ്റെ ഉള്ളിലേക്ക് കയറാനുള്ള തിരക്കിലാണ്. ഇതാണ് മക്കളെ ഷിപ്പ് എന്ന് പറയുന്നത്. ഞാൻ പല സിനിമകളിലും കണ്ടിട്ടുണ്ട്. പക്ഷേ ഇന്ന് നേരിൽ അതേക്കുറിച്ച് കാണാൻ കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ എറണാകുളത്ത് നിന്നും ഇതാണ് അഗത്തി ലക്ഷദ്വീപ് യാത്രയിലാക്കാൻ തുടങ്ങും. ഇതാണ് ഷിപ്പിൻ്റെ ഉൾഭാഗം. നമ്മുടെ ആളുകളൊക്കെ പല സ്ഥലങ്ങളിലും ഇരിക്കാൻ തുടങ്ങി. ഞാനും കുറച്ച് നേരമൊക്കെ നമ്മുടെ കൂട്ടത്തിൽ വന്ന ടീമുകളൊക്കെ അവിടെ മാറി നിൽക്കുന്നു പറഞ്ഞു. അപ്പോൾ ഞാനങ്ങ് കപ്പലിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ ഒന്ന് കറങ്ങാൻ ഇറങ്ങി. ഷിപ്പ് എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ്, ഒന്നും പറയാനില്ല. മുമ്പത്തെ യാത്ര ഉണ്ടായിരുന്നു അന്തമാൻ ദ്വീപിലേക്ക്. അതിൻ്റെ ആ ഒരു ലെവലിലെ ഷിപ്പ് തന്നെയാണ് നമുക്ക് ഈ പ്രാവശ്യം ലഭിച്ചിട്ടുള്ളത്. അങ്ങനെ ഞാൻ കുറച്ച് നേരമൊക്കെ നടന്നു. അങ്ങനെ ഉള്ളിലൂടെ നടന്നപ്പോഴാണ് ചങ്ങായിമാരെ വേറെ ലെവല്. നമ്മളിപ്പോൾ കവരത്തി കേട്ടിട്ടുണ്ടാവും, പല സിനിമകളിലും കേട്ടിട്ടുണ്ടാവും. അനാർക്കലി എന്ന് പറയുന്ന മൂവി, അതായത് നമുക്ക് ഇവിടെയല്ല പാസ് ഉള്ളത്, ഇവിടെ ഇറങ്ങാനുള്ള അനുമതി ലഭിച്ചിട്ടില്ല. നമുക്ക് വേറെ ദ്വീപിലാണ് ഉള്ളത്. നമുക്ക് അനാർക്കലി എന്ന് പറയുന്ന മൂവി നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും. പൃഥ്വിരാജ് അതുപോലെ തന്നെ ബിജു മേനോൻ എന്നിവരൊക്കെ അഭിനയിച്ചിട്ടുള്ളൊരു മൂവിയാണ്. ആ മൂവീൻ്റെ സ്ഥലത്താണ്, ഈ ഒരു സ്ഥലത്താണ്, കവരത്തിയിലായിരുന്നു അതിൻ്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ നടന്നത്. അപ്പം നമ്മളിതാ കപ്പലിൻ്റെ ഉള്ളിൽ തന്നെ അവിടെ കുറച്ച് വെയിറ്റിങ്. നമുക്ക് ഇറങ്ങാനൊന്നും പറ്റത്തില്ല, നമുക്ക് കാണാൻ പറ്റും. അഗത്തി ദ്വീപ് എത്തിയിട്ടുണ്ട്. ഇതാണ് അഗത്തി. അവിടെ ഇറങ്ങാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. ആ പാലങ്ങനെ ഷെയ്ക്ക് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഷെയ്ക്ക് എന്ന് പറഞ്ഞാൽ ഷെയ്ക്ക് തന്നെയാണ്, ഇളകിക്കൊണ്ടിരിക്കുക. ഞാൻ ഭയങ്കര ഇറങ്ങാനൊക്കെ പേടി. ഞാൻ ഫസ്റ്റ് ചാടി ഇറങ്ങി. പേടിയില്ലാളൊന്നും 2 സ്പീഡ് പിടിച്ച് ഞാൻ ഇറങ്ങി. വീണ്ടും ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ നമ്മളിവിടുന്ന് നമുക്ക് പോവാൻ നമ്മുടെ ഏജൻസിൻ്റെ ട്രാവലർ വന്നിട്ടുണ്ട്. ചെറിയൊരു വാഹനമാണ്. നമ്മൾ ആ ഒരു വാഹനത്തിലേക്ക് കയറി. അങ്ങനെ നമ്മൾ വാഹനത്തിൻ്റെ ഉള്ളിലായിട്ട് പോവുകയാണ്. ഇതാണ് നമ്മുടെ അഗത്തി ദ്വീപ്. അഗത്തി കുറേ കാണാനുണ്ട്. ഇവിടുത്തെ ആളുകൾ നല്ല മനസ്സുള്ള ഒരുപാട് നല്ല ആളുകളാണ്. ഇവിടുത്തെ ആളുകൾ നമ്മുടെ നാട്ടിലെ ഊട്ടി, മൈസൂർ ഇവിടെയൊക്കെ വരാറുണ്ട്. ഞാനിപ്പം മുമ്പത്തെ ഒരു യാത്രയിൽ ഊട്ടി ട്രിപ്പിൽ പോയപ്പോൾ അവിടെ വെച്ച് ഒരു വ്യക്തികളെ കണ്ടുമുട്ടിയിട്ടുണ്ടായിരുന്നു. ലക്ഷദ്വീപിലായിരുന്നു എന്ന് പറഞ്ഞു. ഇവിടുത്തെ ആൾക്കാർ നല്ല മനസ്സുള്ള ആളുകളാണ്. കാരണം നമ്മളൊരു ഹെൽപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ 10 മിനിറ്റിനുള്ളിൽ ഹെൽപ്പൊക്കെ ചെയ്യും. ഈ കാണുന്ന കെട്ടിടം തന്നെയാണ് നമുക്കുള്ള താമസിക്കാനുള്ള സൗകര്യം. അതൊരു വീടാണ്. നമ്മുടെ ഏജൻസി നമുക്ക് ചെയ്ത് ചെന്നിട്ടുള്ള നമ്മുടെ വാഹനം ഇവിടെ നിർത്തി. ഇതാണ് കാണാനുള്ളത്. പറഞ്ഞാൽ ഒരുപാടുണ്ട്. നീല കളറാണ്. കാരണം നമ്മുടെ കോവളം ബീച്ചിലേക്ക് പോയി കഴിഞ്ഞുള്ള ഒരവസ്ഥയാണ്. കാരണം കളറൊക്കെ ഭയങ്കര മാറ്റമുണ്ട്. നീല കളറിലാണ് വന്നിട്ടുള്ളത്. നമ്മുടെ ഒരു സുഹൃത്ത് ഇവിടെ ഉണ്ട്, ഫൈസൽ. അദ്ദേഹത്തെ
ഒന്ന് കണക്ട് ചെയ്തപ്പം അദ്ദേഹം നമുക്ക് വേണ്ടിയിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ എത്തിച്ചു തന്നു. അദ്ദേഹത്തോട് നമ്മൾ ചോദിച്ചിരുന്നു ഹെൽപ്പ് ചെയ്യൂ എന്ന് ചോദിച്ചപ്പം ചെയ്യാമെന്ന് പറഞ്ഞു. അതിൻ്റെ അടുത്തൊരു ഷോപ്പുമുണ്ട്. ഷോപ്പിൽ നിന്ന് ഒരു ചായ എല്ലാം കുടിച്ച് ഞാൻ ഇങ്ങോട്ട് നീങ്ങി. കാണാനുള്ളത് ഇവിടെ തന്നെയാണ്. ഒരുപാട് ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ വന്നുകൊണ്ട് അടിപൊളിയാണ്, വേറെ ഒന്നും പറയാനില്ല. പ്രത്യേകിച്ച് പറയാനുള്ള വെച്ചാൽ ബീച്ച് വേറെ ലെവലാണ്. നമ്മുടെ മറ്റുള്ള ദ്വീപുകളിൽ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന കളർ തന്നെ. കേരളത്തിലെ ഗോവയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ ചാനലിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കോവളം ബീച്ച്. അവിടെ ചെന്ന മാതിരിമനെ ഒന്നും പറയാനില്ല, കാരണം നീല കളറിലാണ് കിടക്കുന്നത്. എനിക്ക് കണ്ടിട്ട് അടിച്ചു പൊളിക്കാനാണ് മെയിനായിട്ട് തോന്നിയത്. പിന്നെ പ്രത്യേകിച്ച് വേറെ സംഭവമുണ്ട്, സ്കൂബ ഡൈവിങ്. അതായത് നമുക്ക് വെള്ളത്തിൻ്റെ അടി കൂടെ ഒക്കെ പോകാട്ടോ, ഒരു സ്കൂബ സംഭവം ഒന്ന് കിട്ടി. അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഇറങ്ങി. എനിക്കൊരു പേടി മുങ്ങിപ്പോയ വല്ല സീനാകുമെന്ന് വെച്ചിട്ട്, അതുകൊണ്ട് ഞാൻ ഇറങ്ങിയില്ല. നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഇറങ്ങി. അവർ നമുക്ക് വീഡിയോയും കാര്യങ്ങളൊക്കെ ഒന്ന് കോപ്പർ വെച്ചിട്ട് കവറിങ് തന്നിരുന്നു. ആ ഒരു വീഡിയോ ആണ് നമുക്ക് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി മീനൊക്കെ എടുത്തുകൂടെ പോകുന്ന ആ ഒരു സീനായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ചങ്ങ് എത്തിയപ്പോഴാണ് പിന്നെ സ്കൂബ എന്ന് പറഞ്ഞാൽ വെള്ളത്തിൻ്റെ പേടിയാവും, നമുക്ക് ഇറങ്ങാനൊക്കെ ഭയങ്കര പേടിയായിരുന്നു. അപ്പോൾ എനിക്ക് പേടിയും കൊണ്ട് ഞാൻ ഇറങ്ങിയില്ല. നമ്മുടെ ഒരു സുഹൃത്ത് ഇങ്ങനെ പറഞ്ഞു നീ ഇറങ്ങ് ഒക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാനില്ല ബ്രോ, ഞാനിവിടെ വെക്കാം, ഫൈസൽ ബ്രോ, നമുക്ക് ഫൈസൽ ബ്രോ ഇതിലുണ്ടായിരുന്നു. പുള്ളി പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ കരയിൽ വന്നു. കരയെന്ന് പറഞ്ഞാൽ വെള്ളത്തിൻ്റെ അടിയിൽ മീനുകളൊക്കെ ലെവലായിട്ടാണ് നമ്മളെ മുമ്പിൽ കൂടെ അങ്ങനെ പോവണം. തൊടാനൊക്കെ ഫൈസൽ ബ്രോ പറഞ്ഞതെന്ന് വെച്ചാൽ അടിയിൽ കൂടെ പോയി കഴിഞ്ഞാൽ വേറെ ലെവലാണ്. കാരണം നമുക്ക് ഈ പുഴയുടെ അടിയിൽ ഇതുപോലെ ഇറങ്ങാനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊന്നും കാണാൻ പറ്റില്ല, കുറേ പാറകൾ കാണാം. പക്ഷേ ലക്ഷദ്വീപിൽ ഈ ഒരു പ്ലേസിലൊക്കെ ഇറങ്ങുകയാണെങ്കിൽ എന്താണ് സ്കൂബ ഇതിലൊക്കെ ഇറങ്ങുകയാണെങ്കിൽ നമുക്ക് കാണാൻ ഒരുപാടുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് ഒരുപാട് തന്നെ ഉണ്ട്. ഞാൻ അണ്ടമാൻ ദ്വീപിലേക്ക് മുമ്പ് പോയിട്ടുണ്ട്, അന്നും ഞാൻ ഇറങ്ങിയിട്ടില്ല. പക്ഷേ ഫാമിലിയിലുണ്ടായിരുന്ന കുറേ പേരൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതും ഇതേമാതിരി ഇല്ല, വേറെ ലെവൽ. അണ്ടമാനും ഇതേമാതിരി തന്നെയാണ് പക്ക, പക്ഷേ വേറെ മാറ്റങ്ങളാണ്. ഒന്നും പറയല്ല. പിന്നെ ഇവിടുത്തെ പ്രത്യേകിച്ച് കാര്യം എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ നാട്ടിൽ തെങ്ങൊക്കെ ഉണ്ട്, പക്ഷെ ഇവിടെ മെയിനായിട്ട് തെങ്ങ് തന്നെ ഉള്ളൂ. തെങ്ങെന്നാണ്, മുഴുവനായിട്ട് തെങ്ങാണ്. പിന്നെ ഈവൻ സമയം വൈകുന്നേരമായി. വൈകുന്നേരം 4 മണിയൊക്കെ ആയിട്ടുണ്ട്. 4 മണിയായപ്പോൾ നമ്മൾ പിന്നെ കറക്കവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോയി. നമ്മൾ ചിലവഴിക്കാൻ വേണ്ടി ഇങ്ങനെ എന്താണ് ഫുള്ള് ഈ ഒരു ഏരിയ മൊത്തം തെങ്ങ് മാത്രം. പിന്നെ പ്രത്യേകിച്ച് വെച്ചാൽ തെങ്ങാണ് ഇവരുടെ മെയിൻ. നമുക്ക് നമ്മുടെ നാട്ടിൽ കവുങ്ങൊക്കെ ഉണ്ട്, ഇവിടെ അങ്ങനെ അതേമാതിരി തന്നെ തെങ്ങാണ് ഞാൻ കണ്ടതിൽ ഏറ്റവും കൂടുതൽ. സൈഡിലൊക്കെ റോഡിൽ സൈഡിൽ കൂടെ മൊത്തം നടക്കാനുള്ളൊരു റോഡ് പോലെ സംഭവമുണ്ട്. അവിടെ മൊത്തം തെങ്ങുകൾ മാത്രമാണ്, കുറേ മണലുകളും അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ. പിന്നെന്താണ് ഇവിടെ കുറേ ചെറിയ ചെറിയ കടകളുണ്ട്. ആ ഒരു ദ്വീപിൽ ഇങ്ങനെ ആലോചിച്ചു ഇത്രയും എത്തിയപ്പം ഒരുപാട് നമുക്ക് പച്ചക്കറി കടയാണെങ്കിലും സൈഡുകളൊക്കെ. പിന്നെ ഇവിടുത്തെ ആളുകൾ എന്ന് പറഞ്ഞാൽ നല്ല മനസ്സിലുള്ള ആൾക്കാരാണ്. ഞാൻ പറഞ്ഞല്ലോ നല്ല മനസ്സിലുള്ള ആൾക്കാരാണ്. കാരണം നമ്മൾ ഒരു ഹെൽപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ഫാസ്റ്റായിട്ട് നമ്മുടെ സുഹൃത്ത് ഫൈസൽ ബ്രോ ആണെങ്കിലും അതുപോലെ തന്നെ കുറേ ഫ്രണ്ട്സ് ഉണ്ട്. അവരൊക്കെ പ്രത്യേകിച്ച് തെങ്ങൻ നമ്മുടെ ചകിരി താകണ മൂലയിൽ കൂട്ടിയിട്ടുണ്ട് കുറേ. പിന്നെ എന്താണ് വൈകുന്നേരം ആയപ്പോൾ സമയം ഒരു 4 മണി കഴിഞ്ഞു. അങ്ങനെ നമ്മളിങ്ങനെ നടന്ന് പിന്നെ വരികയാണ്. നടന്ന് കുറച്ചങ്ങനെ എത്തിയപ്പം ഫുള്ള് തെങ്ങ്, വേറെ ഒന്നും പറയാനില്ല. അങ്ങനെ ലൈറ്റ് ഹൗസിൻ്റെ ഫ്രണ്ടിലേക്ക് എത്തി. അപ്പോൾ കവരത്തിയുടെ ലൈറ്റ് ഹൗസിൻ്റെ ഫ്രണ്ടിലാണ് നമ്മൾ ഉള്ളത്. ലൈറ്റ് ഹൗസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാലോ, ലൈറ്റ് ഹൗസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ, അതിൻ്റെ ഒരു ഭാഗത്താണ് നമ്മളുള്ളത്. കാണാനൊക്കെ ഭംഗി എന്ന് പറഞ്ഞാൽ വേറെ ലെവൽ, ഒന്നും പറയില്ല. ശരിക്കും എനിക്ക് ഭയങ്കരമായിട്ട് ഈ ഒരു കവരത്തി ദ്വീപിൽ നിന്നും പോകാനൊന്നും തോന്നുന്നില്ല. പിന്നെ കുറച്ച് നേരം ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, അങ്ങനെ ഇരിക്കുന്നു. ഇതിപ്പോൾ നമ്മൾ ഇതാണ് നമ്മളെ പിന്നെ ലൈറ്റ് ഹൗസിൻ്റെ ടവറാണ് ഇപ്പോൾ കാണുന്നത്. അതിൻ്റെ മുമ്പിലാണ് പഴയ. ഇപ്പോൾ അവിടേക്ക് കയറാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ അവിടെ നമ്മുടെ ഫ്രണ്ടിനോട് ചോദിച്ചു. അപ്പം പുള്ളി പറഞ്ഞു ലൈറ്റ് ഹൗസ് കാണാം, പക്ഷെ കയറാൻ പറ്റാത്ത ഒരു ഫീൽഡ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു, കയറാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അപ്പം നമ്മൾ ആയിക്കോട്ടെ, നമ്മൾ ലൈറ്റ് ഹൗസ് ഉണ്ട്. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ട് നടന്നു. വേറെ ഒന്നും പറയാൻ പറ്റാത്തൊരു ദ്വീപ്. ഈ ദ്വീപ് വേറെ ദ്വീപ് തന്നെ. കുറേ ആൾക്കാരുണ്ട്, നമ്മുടെ ടീമൊക്കെ വെയിറ്റ് ചെയ്യുന്നു നമ്മൾ കറങ്ങാനും പിന്നെ ഇരിക്കാനും കുറേ അടിച്ച് പൊളിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. പ്രത്യേകിച്ച് പറഞ്ഞാൽ ഫാമിലിയായിട്ട് നമുക്ക് ട്രിപ്പ് എടുത്ത് വരികയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഉപകാരങ്ങളുണ്ട്. ഉപകാരങ്ങളെന്ന് പറയുമ്പം ഒരുപാട്, പിന്നെ പ്രത്യേകിച്ച് ഒരുപാടുണ്ട് ഇതിനകത്ത്. ഒരു അടിപൊളി ഒരു സ്ഥലം തന്നെയാണത്. വേറെ ഒരു വൈബായിട്ട് പോയി. പിന്നെ കുറച്ച് നേരം പിറ്റത്തെ ദിവസമായി 3ാമത്തെ ദിവസം നമ്മൾ അവിടെ നിന്നും അടുത്തൊരു സ്ഥലത്തേക്കാണ് ട്രാവൽ ചെയ്യുന്നത്. ആ ഒരു ദ്വീപിൽ നിന്ന് നമുക്ക് അടുത്തൊരു
സ്ഥലത്തേക്ക് നമുക്ക് ട്രാവൽ ചെയ്യാം. കുറേ ടീമൊക്കെ ഉണ്ട്. അപ്പം അവർ പറഞ്ഞു നിങ്ങളെങ്ങോട്ടാണ് പോകുന്നത് ചോദിച്ചു. ഞങ്ങൾ വേറെ ദ്വീപിലേക്കാണോ എന്നൊക്കെ പറഞ്ഞു. അപ്പം ആയിക്കോട്ടെ, ഞാൻ വേറെ ടീമിൻ്റെ കൂടെയാണ്. അപ്പം ഞാൻ വേറെ ടീമിൻ്റെ കൂടെ ഇവിടെ ഉണ്ട്. പിന്നെ പറയാനുള്ള വെച്ചാൽ ഒരു ബോട്ട്, ആ ബോട്ട് കയറി ബോട്ടിൽ കയറുക എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ബോട്ട് നമുക്ക് സെറ്റായിട്ടുണ്ട്. ആ ബോട്ടിൽ നമ്മൾ കയറാൻ പോകണം എല്ലാ ടീമായിട്ട്. ഇത് ഒരു ഫിഷിംഗ് ബോട്ടാണ്. നമ്മുടെ സുഹൃത്തിൻ്റെ ഒരു ഫൈസൽ ബ്രോൻ്റെ ഫിഷിംഗ് ബോട്ട്. അതിൽ കയറി നമ്മൾ അടിച്ച് പൊളിക്കാൻ പോകണം. ഇതാണ് കേട്ടോ വെറൈറ്റി സ്ഥലം. പിന്നെ അങ്ങനെ കഴിഞ്ഞ് നമ്മൾ നൈറ്റായി. അപ്പം അന്ന് രാത്രി തന്നെ നമ്മൾ 4ാമത്തെ ദിവസമാണ് നമുക്ക്. അങ്ങനെ 4ാമത്തെ ദിവസം കഴിഞ്ഞ് നമ്മൾ നാട്ടിലേക്ക് മടങ്ങുകയാണ് ഗൈസ്. നാട്ടിലേക്ക് മടങ്ങാനുള്ള പ്ലാനിലാണ്. അപ്പം ഞങ്ങൾ ഒക്കെ എല്ലാം കണ്ട് നമ്മൾ തിരിച്ചു മടങ്ങിയിരിക്കുകയാണ്. നമ്മൾ മടങ്ങി വീണ്ടും നമ്മുടെ നാട്ടിലേക്ക് എത്തിത്തുടങ്ങി. നമ്മൾ വീണ്ടും ആ കപ്പലിൽ തന്നെ അതേ കപ്പൽ വന്നിട്ടുണ്ട്. നമുക്ക് റിട്ടേൺ പോകാമല്ലേ. ആ ഒരു കപ്പലിൽ കയറിയിട്ട് നമ്മുടെ നാട്ടിലേക്ക് നമ്മൾ മടങ്ങി. ഹായ് ഹലോ, നമ്മുടെ ചാനലിലെ വീഡിയോ വൈൻഡപ്പാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു പുതിയൊരു വീഡിയോയുമായി നമ്മൾ എന്തായാലും മുമ്പ് വരും. ഏതാണ് മലേഷ്യ ട്രിപ്പ്. അപ്പോൾ എല്ലാവരും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെ കൂടെ പഠിച്ച SLC ബാച്ചോ അല്ലെങ്കിൽ +2 ബാച്ചോ ഉണ്ടെങ്കിൽ അവർക്ക് കൂടി ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും ബൈ.